സീതയെ പിരിഞ്ഞ നാൾ മുതൽ 4 നാൾ ശ്രീരാമൻ ഭക്ഷണം കഴിക്കാതെ രാജകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ലൗകിക സുഖങ്ങളിൽ വിരക്തനായി കഴിഞ്ഞു. എന്നാൽ ഇത് കണ്ട ലക്ഷ്മണൻ ശ്രീരാമനെ ഉപദേശിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് ഒട്ടും ശുഭമല്ല എന്നും രാജകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കഴിഞ്ഞുകൂടിയാൽ അത് പുതിയ അപവാദത്തിന് കാരണമാകുമെന്നും ലക്ഷ്മണൻ അറിയിക്കുന്നു. ലക്ഷ്മണൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നും നൃഗൻ എന്ന രാജാവിൻ്റെ അവസ്ഥ തനിക്കുണ്ടാകരുതെന്നും ശ്രീരാമൻ ചിന്തിച്ചു. ആ കഥ ലക്ഷ്മണനോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീരാമൻ. നൃഗൻ എന്ന രാജാവ് ഒരിക്കൽ തൻ്റെ പശുക്കളെ ദാനം നൽകാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ വളർത്തിയ പശുക്കളിലൊന്ന് കൂട്ടം തെറ്റി രാജാവിൻ്റെ പശുക്കളുടെ കൂട്ടത്തിൽ വന്നു ചേർന്നു. ഇതറിയാതെ രാജാവ് തൻ്റെ പശുക്കളെ മറ്റൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. എന്നാൽ തൻ്റെ പശുവിനെ കണ്ട യഥാർത്ഥ ഉടമസ്ഥൻ ദാനം കിട്ടിയ പശുക്കളുമായി പോയ ബ്രാഹ്മണനോട് അതിലൊന്ന് തൻ്റെ പശുവാണെന്ന് വാദിച്ചു. എന്നാൽ തനിക്കിത് ദാനം കിട്ടിയതാണെന്നും രാജാവ് നൽകിയതാണെന്നും അദ്ദേഹം പറയുന്നു. ഇരുവരും തമ്മിൽ തർക്കമായി. അവസാനം രാജാവിനെ സമീപിക്കാനും ഉചിതമായ ഒരു തീരുമാനത്തിലെത്താനും അവർ തീരുമാനിക്കുന്നു. രാജാവ് മറ്റേതോ തിരക്കിലായതിനാൽ അവരെ കണ്ടില്ല. അത് കണ്ട ബ്രാഹ്മണർക്ക് ദേഷ്യം വന്നു. അവർ രാജാവിന് ഓന്തായി തീരട്ടെ എന്ന് ശപിച്ചു. പ്രജകളുടെയും രാജ്യത്തിൻ്റെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഏതൊരു രാജാവും നൃഗനെ പോലെയാണെന്ന് ശ്രീരാമൻ പറഞ്ഞു. താനും കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ നൃഗൻ്റെ അവസ്ഥയായിരിക്കുമെന്നും അതിനാൽ രാജ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചു കൊള്ളാമെന്നും ശ്രീരാമൻ ലക്ഷ്മണന് വാക്കു നൽകുന്നു. ശേഷം രാജ്യകാര്യങ്ങൾ വേണ്ട വിധത്തിൽ നടത്തി വന്നു. ഇതേ സമയം വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ സീതാദേവി 2 ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ലവൻ, കുശൻ എന്നാണ് അവരുടെ പേര്. ഇരുവരും വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ അഭ്യസിച്ചു. വീണമീട്ടി അതിമനോഹരമായി രാമായണ കഥ പറഞ്ഞിരുന്നു ആ കുട്ടികൾ. രാമായണ കഥ പാടി അവതരിപ്പിച്ചുകൊണ്ട് അങ്ങോളം ഇങ്ങോളം പല ദേശങ്ങളിലായി ആ ബാലകർ സഞ്ചരിച്ചു. ഹൃദ്യമായ ആ ആലാപനത്തിൽ കേട്ടവരൊക്കെ സന്തോഷിച്ചു. അത്രയും മനോഹരമായിരുന്നു അവരുടെ ആലാപനം.